നൈസാണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല, കോമഡി ഉണ്ട്, കുഴപ്പമില്ല. 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 സിനിമ കൊള്ളാം. എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം. എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സിനിമ? സിനിമ നല്ല ബ്രോ സിനിമ എങ്ങനെയുണ്ട് സിനിമ? ബ്രോ സിനിമ ഉണ്ടായിരുന്നു. നല്ല എന്റർടൈൻമെന്റ്. ബ്രോ സിനിമ ഉണ്ടായിരുന്നു. ഗംഭീരം. കോമഡി കണ്ടോ? അടിപൊളി. അതെ, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. നല്ല പടം. കോമഡി കണ്ടോ? നല്ല കോമഡി ഉണ്ട്. ബ്രോ സിനിമ ഉണ്ട്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് ബ്രോ സിനിമ? കോമഡി കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? അത് കുഴപ്പമില്ല. അടിപൊളിയാണ്. ഉർവശിയാണ് കോമ്പോ എങ്ങനെയുണ്ടായിരുന്നു പടം? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ജയറാമിൻ്റെ പടം പൊളിച്ച്. ഒരു കുടുംബ ചിത്രം. അവരുടെ കോമ്പോ കോമ്പോ നല്ല സൂപ്പർ. നല്ല ഡയലോഗും ജയറാമിൻ്റെ ഇതും ചിരിച്ചിട്ടുണ്ട്. സൂപ്പർ മൂവി, നല്ല അടിപൊളി. ഉർവശി ചേച്ചി ജയറാമായിട്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. മസ്റ്റ് വാച്ചാണ്. ഫാമിലി മൂവി അടിപൊളിയായിരുന്നു. ജയറാമേട്ടനൊക്കെ അടിപൊളിയായി. അടിപൊളിയാണ്. ആ കോമഡി ഫാമിലി മൂവിയാണ്. ജയറാമേട്ടനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള നമ്മൾക്ക് അവരൊരു അന്യഭാഷ നടീനടന്മാരല്ല. ഒരു 10-25 ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച് മലയാളിയെ വിസ്മയിച്ച നടീനടന്മാരാണ് അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നല്ല ഒരു തിയേറ്റർ അനുഭവമാണ് നമ്മൾക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു തമിഴ് ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, അത് നമ്മുടെ തമാശയുടെ രൂപത്തിൽ കോമഡിക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സാൻഡി മാസ്റ്റർ ആയാലും നമ്മുടെ മിഷ്കിൻ സാറായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരെ മക്കളായിട്ട് അഭിനയിച്ച 2 നടിമാരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം എന്ന് തന്നെ പറയാൻ പറ്റും. എന്താ പറയുക, ഒരു കുറേ നാളിന് ശേഷം അവർ പറഞ്ഞ പോലെ ജയറാം ഉർവശി കോംബോ തിയേറ്ററിൽ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കൂടുതൽ എന്താ പറയുക, ഒരു ക്രൈം കാണുന്ന പോലെ, ഒരു പക്ക ഒരു കോമഡി ഫിലിം കാണുന്ന പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഫാമിലി ആയാലും യോഗി ബാബുവിൻ്റെ കഥാപാത്രമായാലും മുഷ്കിൻ്റെ കഥാപാത്രമായാലും സാൻഡി മാസ്റ്റർ ആയാലും ഒന്നിനൊന്നിനും മെച്ചമാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ്. പക്ക ഒരു ഫാമിലി എൻ്റർടൈനർ ക്രൈം ഡ്രാമയാണ്. ഗംഭീരം. കൂടുതൽ എന്താ പറയുക, കോമഡിക്ക് വേണ്ടി കോമഡി അല്ല, സിറ്റുവേഷണൽ കോമഡീസാണ്. നമ്മൾ പോലും അറിയാതെ സീറ്റിൽ നിന്ന് നിന്നിട്ട് കൈയടിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഗംഭീരമായിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതെ, ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. എത്ര നാൾ നമുക്ക് ചില കോമ്പോസ് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അത് മീറ്റ് ചെയ്യുമോ, പഴയ സിനിമകൾ പോലെ ആവുമോ. ഇത് തീർച്ചയായും അവർ ഇപ്പോഴും ആ കോംബോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലുള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത്.